ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ പ്ലോമാൻ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ ചെറിയൊരു സമ്മറി, ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ദ പ്ലോമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പാടത്ത് പണി ചെയ്യുന്ന ഒരു കർഷകൻ, അയാളാണ് ഈ പ്ലോമാൻ. അപ്പോൾ ലിറ്ററൽ മീനിങ് പ്ലോമാൻ എന്നത് നിലം ഉഴുതുന്നയാളല്ലേ. അപ്പോൾ നിലം ഉഴുതുമറിക്കുന്നത് ആരാണ്? കർഷകരാണ്. അപ്പോൾ ഈ പ്ലോമാൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകൻ തന്നെയാണ്. ദ പോയം ഈസ് റിട്ടൺ ബൈ ഒലിവർ വെൻഡൽ ഹോംസ് എഴുതിയിട്ടുള്ളൊരു പോയമാണ് ദ പ്ലോമാൻ. ദ പ്ലോമാൻ ഈസ് എ പോയം ബൈ ഒലിവർ വെൻഡൽ ഹോംസ് വിച്ച് ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. അപ്പോൾ ഈ പോയത്തിലൂടെ നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളോട് ഈ പോയത്തിലൂടെ കൺവേ ചെയ്യുന്നത്. ഫാമിംഗ് ഈസ് എ കീ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലിവിങ് ബീയിങ്സ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിൻ്റെ താക്കോലാണ് കൃഷി. അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കണമെങ്കിൽ കൃഷി വേണം. കൃഷിയില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാവുള്ളൂ അല്ലേ. ഫുഡില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ ടു ദ സേഫ് ഗാർഡ് വൈൽഡ് ലൈഫ് ഓൺ എർത്ത്. കൃഷിയുടെ പ്രാധാന്യം മനുഷ്യൻ്റെ നിലനിൽപ്പിന് മാത്രമല്ല, പിന്നെ ഭൂമിയിലെ വന്യജീവികളുടെ സംരക്ഷണം കൂടിയാണ്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ വന്യജീവികൾ, അവരുടെ സംരക്ഷണം കൂടിയിട്ടാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി മനുഷ്യർക്കും അതുപോലെ തന്നെ വന്യജീവികൾക്കും സംരക്ഷണം നൽകുന്നുണ്ട് അല്ലേ. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സേസ് അബൌട്ട് ദ ഹാർഡ് വർക്ക് ഓഫ് ഫാമേഴ്സ്. പോയം ആകെ 2 സ്റ്റാൻസേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? The poet says about the hard work of farmers. കർഷകരുടെ, ഫാമേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തെ പറ്റിയിട്ടാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. Their labor brings everyone food. അവരുടെ കഠിനാധ്വാനം മൂലം എല്ലാവർക്കും ഭക്ഷണം എത്തുന്നു. Even if it is a farmer's food to the king's royal food. അത് ആരുടെയൊക്കെ ഭക്ഷണമാണ്? സാധാരണക്കാരായ കർഷകൻ്റെ ഭക്ഷണം മുതൽ ഉന്നതിയിലിരിക്കുന്ന കിങ്, റോയൽ പദവിയിലിരിക്കുന്ന അല്ലെ, ആഡംബര പദവിയിലിരിക്കുന്ന കിങ്സിൻ്റെ, രാജാവിൻ്റെ ഭക്ഷണം വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കർഷകരാണ് അല്ലേ. അപ്പോൾ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫാമേഴ്സ് ബ്രിങ് ഫുഡ് ടു എവ്രി വൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ത്രൂ ദെയർ ഹാർഡ് വർക്ക് ഓൺ ദി ലാൻഡ്. ഭൂമിയിൽ, മണ്ണിൽ അവരുടെ കഠിനാധ്വാനം മൂലം യാതൊരു വിവേചനവും കൂടാതെ ഫാമേഴ്സ് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ് കാണിക്കുക. അവർ യാതൊരു വേർതിരിവും കാണിക്കാതെ, അതായത് ആഡംബര പദവിയിൽ നിൽക്കുന്ന രാജാവെന്നോ അല്ലെങ്കിൽ താഴെ പദവിയിൽ നിൽക്കുന്ന കർഷകനെന്നോ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കിയിട്ടാണ് അവർ അധ്വാനിച്ച് ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഇൻ ദ തേർഡ് ലൈൻ ദ പോയറ്റ് മെൻഷൻസ് എ പേജ്. ടെക്സ്റ്റിലെ 3ാമത്തെ ലൈൻ എന്താണ്? ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷോൾ ബി സീൻ. അവിടെ ഈ പേജ് എന്ന് പറയുന്നുണ്ട്. ഹിയർ പേജ് റെപ്രസെൻറ്റ് സോയിൽ ഓർ ലാൻഡ് വെർ ഫാമേഴ്സ് വർക്ക്. അവിടെ ഈ പേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോയിൽ ഓർ ലാൻഡ്, ഫാമേഴ്സ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമേഴ്സ് പണിയെടുക്കുന്ന സോയിൽ, മണ്ണ് അല്ലെങ്കിൽ ഭൂമിയെയാണ് ഈ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The letters on the page mean the seed that is sowed by the farmers. അതിലെ ലെറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ സീഡ്, വിത്തുകളാണല്ലേ. ഫാമേഴ്സ് വിതയ്ക്കുന്ന വിത്തുകളാണ് ലെറ്റേഴ്സായിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് സീഡ്സ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദ ലിവിങ് ഗ്രീൻ ബൈ ദ സൺ. ആ സീഡ്സ് പിന്നീട് സൂര്യനാൽ, സൺ വന്നിട്ട് എന്താക്കുന്നുണ്ട്? ലിവിങ് ഗ്രീൻ ആക്കുന്നുണ്ട് അല്ലേ. അതായത് വലിയ പച്ചപ്പാക്കുന്നുണ്ട്, ചെടിയായി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഫാമേഴ്സ് വിതയ്ക്കുന്ന ആ സീഡ്സാണ് പിന്നീട് വലിയ പച്ചപ്പായി വളർന്നു വന്ന് നമുക്ക് ഭക്ഷണം തരുന്നത്. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ദ പോയറ്റ് പിക്ചേഴ്സ് ദ ഫാർമർ ആസ് എ സ്കോളർ. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് പോയറ്റ് നമ്മുടെ ഈ ഫാർമറിനെ ഒരു സ്കോളർ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. സ്കോളർ എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ, വലിയ പണ്ഡിതൻ. ആൻഡ് ഹിസ് ഫാമിംഗ് ആസ് ആൻ ഇമ്മോർട്ടൽ പെൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൃഷി എന്നുള്ള ജോലി ഒരു ഇമ്മോർട്ടൽ പെൻ, അനശ്വരമായ അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഒരു പേനയായിട്ട് കണക്കാക്കുന്നുണ്ട്. ദിസ് ഫാമിംഗ് ടോട്ട് മെൻ ഹിസ് ഫസ്റ്റ് ലെസൺ നെയിംഡ് ഹങ്കർ. ഈ ഒരു ഫാമിംഗ് എന്നുള്ള ഒരു ജോലിയാണ് മനുഷ്യനെ അവൻ്റെ ആദ്യ പാഠമായ ഹങ്കർ, വിശപ്പ് എന്നതിനെ പഠിപ്പിച്ചത്. ഹാർഡ് വർക്കിംഗ് ഈസ് സംതിങ് ദാറ്റ് ഈസ് കമാൻഡഡ് ബൈ ദ ഗോഡ് ഫ്രം ഹെവൻ.
അധ്വാനം, ഹാർഡ് വർക്കിംഗ് എന്നുള്ളത് ഒരു ഹെവൻലി ഓർഡർ ആണല്ലേ. അതായത് സ്വർഗത്തിൽ നിന്നുമുള്ള ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് അധ്വാനിക്കുക എന്നുള്ളത്. ഹിയർ പോയറ്റ് സേയ്സ് ദാറ്റ് ടോയിൽ ഈസ് എ ഹെവൻലി ഓർഡർ. എന്താണ് പറയുന്നത്? അധ്വാനം എന്നത് ഒരു ഹെവൻലി ഓർഡർ ആയിട്ടാണ് പോയറ്റ് പറയുന്നത്. ഫാമർ ഈസ് ലിറ്ററലി ഷോയിങ് ദിസ് കമാൻഡ് ഓൺ ഹിസ് ഡീഡ് ഇൻ ദ ചാർട്ടർ ഓഫ് ദ സോയിൽ ടു ബ്രിങ് ഫുഡ് ടു എവ്രി വൺ. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള മണ്ണിൻ്റെ ചാർട്ടർ എന്ന് പറഞ്ഞാൽ നിയമം, ആ മണ്ണിൻ്റെ നിയമത്തിൽ കർഷകൻ ഈ ഒരു കൽപ്പന തൻ്റെ പ്രവൃത്തിയിൽ കാണിക്കുന്നുണ്ടല്ലേ. അതായത് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കണം എന്നുള്ള ആ ഒരു കൽപ്പന അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും വിവേചനം കാണിക്കാതെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നില്ലേ ഫാർമർ. അപ്പോൾ ഒരു ഫാർമറും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിങ്ങും ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.